ഹായ്, നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോയിൽ ഒരുപാട് വീടുകളുടെ 3D പ്ലാനുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ കമന്റുകൾ വന്നിരുന്നു ഈ ഒരു വീടിന്റെ അളവുകൾ ഉൾപ്പെടുന്ന 2D പ്ലാനുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് 3D പ്ലാനുകളും അതിന്റെ അളവുകൾ ഉൾപ്പെടുന്ന പ്ലാനുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹനീഫ്, എൽഗ്ലാസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. വീട് നിർമ്മിക്കാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തേക്കാം. തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും ഞങ്ങൾക്ക് ഓഫീസുകളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ 3D ആണ് അല്ലെങ്കിൽ 2D പ്ലാനുകളാണ് പെർമിറ്റ് ആണ് എടുക്കാനെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. നമുക്ക് ഒരു 7 പ്ലാനുകളോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2D പ്ലാനുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 1140 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ 3D പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പോർച്ച് കാണാവുന്നതാണ്. അതുപോലെ ഇവിടെയായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. അടുത്തൊരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ, ഒരു സ്റ്റോർ റൂം, ഇങ്ങനെ കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ 2 ബെഡ്റൂമുകൾ, 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ 2D പ്ലാൻ, ഇതിൻ്റെ അളവുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാൻ കാണാം. 250-352 സെന്റിമീറ്റർ എന്ന അളവിലാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്തത് സിറ്റ് ഔട്ടാണ്. 222-240 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. 290-360 സെന്റിമീറ്റർ എന്ന അളവിലാണ് ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഡൈനിങ് ഏരിയ 622-330 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ അളവ്. കിച്ചൺ 310-290 സെന്റിമീറ്റർ. 330-290 എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 330-360 സെന്റിമീറ്റർ എന്ന അളവിലാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന്റെ ബജറ്റ് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു ഏകദേശം കണക്കാണ് പറയുന്നത്. നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എല്ലാ ആഴ്ചയും വീഡിയോസ് ചെയ്യാറുണ്ട്. ഒരു വീടിന്റെ പ്ലാനും അതിന്റെ 3D കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെത്ര ബജറ്റ് വരും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 22 ലക്ഷം രൂപ വരെ ഈ ഒരു വീടിന്റെ ബജറ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. ഇത് ഞാൻ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ബജറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, വർക്ക്, ലേബർ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ബജറ്റ് വീണ്ടും കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 635 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ 3D പ്ലാനാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. അതുപോലെ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാൾ വരുന്നുണ്ട്. അടുത്തായിട്ടൊരു കിച്ചൺ, ഇവിടെ ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂം, ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ലാനിലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ 2D പ്ലാനിന്റെ അളവുകൾ നോക്കാം. 300-140 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. അടുത്ത ലിവിംഗ് ഹാളാണ്. 300-473 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ അളവ്. അടുത്തത് കിച്ചൺ 300-280 സെന്റിമീറ്റർ. 295-310 സെന്റിമീറ്റർ എന്ന അളവിലാണ് 2 ബെഡ്റൂമുകളും കൊടുത്തിട്ടുള്ളത്. ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാനിൽ വരുന്നത്. ഒരു 635 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഒരു 11 ലക്ഷം രൂപ എങ്കിലും നമ്മൾ ഇതിന്റെ ഒരു ബജറ്റ് പ്രതീക്ഷിക്കുന്നതായിട്ട് വരും. 11 മുതൽ 12 ലക്ഷം രൂപ വരെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആയിരത്തി 170 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ 3D പ്ലാനാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഒരു പോർച്ച് വരുന്നുണ്ട്, ഒരു സിറ്റ് ഔട്ട്, ഈ ഭാഗത്തായിട്ടൊരു ലിവിംഗ് ഹാള്, അതുപോലെ ഡൈനിങ്, ഒരു കോമൺ ബാത്റൂം, കിച്ചൺ, 3 ബെഡ്റൂമുകൾ, 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു 3D പ്ലാനിൽ വരുന്നത്. നമുക്ക് ഈ ഒരു 3D പ്ലാനിന്റെ അളവുകൾ നോക്കാം. 300-310 സെന്റിമീറ്റർ എന്ന അളവിൽ പോർച്ച് വരുന്നുണ്ട്. 330-150 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട്. 330-330 സെന്റിമീറ്റർ എന്ന അളവിൽ ലിവിംഗ് സ്പേസ്. 330-400 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഡൈനിങ്. 300-280 എന്ന അളവിലാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. 300-330 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 330-300 സെന്റിമീറ്റർ എന്ന അളവിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 330-330 സെന്റിമീറ്റർ എന്ന അളവിലാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ ബജറ്റ് ഏകദേശം എത്ര നോക്കുകയാണെങ്കിൽ ഒരു 22 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. 990 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ 3D പ്ലാനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സിറ്റ് ഔട്ട്, ലിവിംഗ് ഹാള്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, 2 ബെഡ്റൂമുകൾ, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം എന്നിങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പ്ലാനിൽ വരുന്നത്. നമുക്കിനി ഇതിന്റെ ഒരു ഡയമെൻഷൻസ് എത്ര വരും എന്നുള്ളത് നോക്കാം. 290-150 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട്. 330-330 സെന്റിമീറ്റർ എന്ന അളവിലാണ് ലിവിംഗ് ഹാള്. 300-350 സെന്റിമീറ്റർ എന്ന അളവിൽ ഡൈനിങ്.
300 350 എന്ന അളവിൽ തന്നെ കിച്ചണും കൊടുത്തിട്ടുണ്ട്. 150 350 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഒരു വർക്ക് ഏരിയ വരുന്നത്. 330 300 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330 300 സെന്റിമീറ്റർ എന്ന അളവിൽ തന്നെയാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിന്റെ ബജറ്റ് നമുക്കൊരു 19 മുതൽ 20 ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. 1027 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ 3D പ്ലാൻ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, 2 ബെഡ്റൂമുകൾ, 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ അളവുകൾ നോക്കാം. 300 265 സെന്റിമീറ്റർ എന്ന അളവിൽ ലിവിംഗ് ഹാൾ, 472 420 എന്ന അളവിൽ ഡൈനിങ് ഏരിയ, 300 280 സെന്റിമീറ്റർ എന്ന അളവിൽ കിച്ചൺ, 150 280 സെന്റിമീറ്റർ എന്ന അളവിൽ വർക്ക് ഏരിയ, 300 330 സെന്റിമീറ്റർ എന്ന അളവിൽ ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട്. അതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 300 345 സെന്റിമീറ്റർ എന്ന അളവിലാണ് രണ്ടാമത്തെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 21 ലക്ഷം രൂപ നമ്മൾ ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. തൊള്ളായിരത്തി 70 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ 3D പ്ലാൻ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. സിറ്റ് ഔട്ട്, ലിവിംഗ് ഹാള്, ഡൈനിങ്, കിച്ചൺ, ഒരു വർക്ക് ഏരിയ, 2 ബെഡ്റൂമുകൾ, ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, ഇങ്ങനെയാണ് ഈ പ്ലാനിലുള്ളത്. നമുക്കിനി ഒരു പ്ലാനിന്റെ അളവുകൾ നോക്കാം. 250 150 സെന്റിമീറ്റർ എന്ന അളവിൽ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 300 540 സെന്റിമീറ്റർ എന്ന അളവിൽ ലിവിംഗ് ഹാള്, 250 300 സെന്റിമീറ്റർ എന്ന അളവിൽ ഡൈനിങ്, 250 285 സെന്റിമീറ്റർ എന്ന അളവിൽ കിച്ചൺ, 2 ബെഡ്റൂമുകൾ, 360 300 സെന്റിമീറ്റർ എന്ന അളവിൽ തന്നെയാണ് 2 ബെഡ്റൂമുകളും കൊടുത്തിട്ടുള്ളത്. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി ഈ ഒരു വീടിന്റെ ബജറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 19 മുതൽ 20 ലക്ഷം രൂപ വരെ ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. 1090 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ 3D പ്ലാൻ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, 2 ബെഡ്റൂമുകൾ, ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം എന്നിങ്ങനെയാണ് ഈ പ്ലാനിൽ വരുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ അളവുകൾ നോക്കാം. 165 270 സെന്റിമീറ്റർ എന്ന അളവിൽ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 330 330 സെന്റിമീറ്റർ എന്ന അളവിലാണ് ലിവിംഗ് ഹാൾ വരുന്നത്. 365 330 സെന്റിമീറ്റർ എന്ന അളവിൽ ഡൈനിങ് സ്പേസ്, 300 300 സെന്റിമീറ്റർ എന്ന അളവിലാണ് കിച്ചൺ, 300 180 സെന്റിമീറ്റർ എന്ന അളവിൽ വർക്ക് ഏരിയ, 360 330 സെന്റിമീറ്റർ എന്ന അളവിൽ ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 360 330 സെന്റിമീറ്റർ എന്ന അളവിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു വീടിന്റെ ബജറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 22 ലക്ഷം രൂപ ഈ ഒരു വീടിന്റെ ബജറ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. വീടിന്റെ പ്ലാനും ഡിസൈനെ സംബന്ധിച്ച് വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടമെങ്കിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്ക് വീട് നിർമ്മിക്കാനായിട്ടോ അല്ലെങ്കിൽ വീടിന്റെ പ്ലാനോ 3D കാലം ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.